GST നടപ്പാക്കി. ഇപ്പോൾ എല്ലാ പൗരന്മാർക്കും സഹായകരമായ രീതിയിൽ അത് ഭേദഗതി ചെയ്ത് എല്ലാ വിലകളും ഇന്ത്യയിൽ ഏകീകരിക്കുന്ന രീതിയിൽ അതേസമയം തൃപ്തിയായി ഇപ്പോൾ മൂന്നൂരുട്ട ബ്രാഹ്മണനല്ല സഹോദരിക്ക് എന്താണ് അവിടെ യുപിയിലുണ്ടായിരുന്നിട്ടുള്ള മാലകളില്ല. പ്രളയം കാണാൻ പോയ പല പാർട്ടിക്കാർക്ക് 10,000 രൂപ കിട്ടി. പ്രളയത്തിൽ എല്ലാം നശിച്ച പലർക്കും 10,000 രൂപ കിട്ടിയിട്ടില്ല എന്നാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരുടെയും ചട്ടമ്പി സ്വാമികളുടെയും അതുപോലുള്ള മറ്റ് ആചാര്യന്മാരുടെയും എല്ലാം ഞങ്ങൾ പലതും പറയരുത് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നു. ഞങ്ങൾ പലതും പറയാതിരിക്കണം എന്ന് ആഗ്രഹിച്ച പിണറായി വിജയൻ പരിശ്രമിക്കുമ്പോൾ ബഹുമാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ തുലാമാസം 1-ാം തീയതി മുതൽ ഈ കേരളത്തിന്റെ തെരുവീതിയിൽ ആചാരത്തെയും അനുഷ്ഠാനത്തെയും നെഞ്ചേറ്റിക്കൊണ്ട് ഈ തെരുവീതിയിൽ നാമം ജപിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചുവെങ്കിൽ ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരിശ്രമിച്ചത് അത് ഞങ്ങൾ മറക്കണം. ഭക്തവിശ്വാസികളെ പിറകിൽ നിന്ന് കുത്തിയ UDF ഈ കേരളത്തിന്റെ മണ്ണിൽ ആചാര ലംഘകരായിട്ടുള്ള ഇതൊന്നും ഞങ്ങൾ ജനാധിപത്യ കേരളത്തിൽ ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറയാൻ ആഗ്രഹിക്കുന്നു. അയ്യപ്പനെ കുറിച്ച് പറഞ്ഞാൽ, ആചാര സംരക്ഷണത്തെ കുറിച്ച് പറഞ്ഞാൽ, ആചാര ലംഘകരെ കുറിച്ച് പറഞ്ഞാൽ തൂക്കിലേറ്റുമെന്നാണ് അങ്ങ് പറയുന്നത്. ഞങ്ങൾ തയ്യാറെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നാട്ടിൽ നിവർത്തി നിന്നുകൊണ്ട് ഞങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിൽ നിലനിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്നാകണം, നമുക്കൊന്നിക്കണം. വികസനത്തിന് വേണ്ടി ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ കാവൽക്കാരൻ ആരാധനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിജി. ഇവിടെ ശത്രുക്കൾ എന്ന് പറയുന്നവർ അവിടെ ബന്ധുക്കളാണ്. അങ്ങനെ ഒരു വൈരുദ്ധ്യ രാഷ്ട്രീയത്തിലാണ് കോൺഗ്രസ്. വൈരുദ്ധ്യ രാഷ്ട്രീയമുള്ളവർക്ക് എപ്പോഴും അന്തർസംഘർഷമുണ്ടാകും. അന്തർസംഘർഷമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഒരിക്കലും ഒരു ദിശാബോധം ഈ നാട്ടിൽ ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ല. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥിതി എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആരും ദേശീയ രാഷ്ട്രീയത്തിലൊന്നുമല്ല. അപ്പോൾ ഒരു ആശയക്കുഴപ്പവും ഒരു അസന്നിഗ്ധാവസ്ഥയും ഒരു സന്നിഗ്ധാവസ്ഥയും ഇന്ന് വാസ്തവത്തിൽ ഈ ദേശീയ രാഷ്ട്രീയത്തിൽ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുമുണ്ട്. NDA സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ വ്യക്തമായ കാഴ്ച. ആരായിരിക്കണം പ്രധാനമന്ത്രി എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. ഈ നാട്ടിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചും യാതൊരു വിധത്തിലുള്ള സംശയങ്ങളുമില്ല, ആശയക്കുഴപ്പങ്ങളുമില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കോൺഗ്രസ്സുകാരോട് ഒരുപക്ഷെ പറഞ്ഞേക്കാം ഇവിടെ NDA ജയിക്കാൻ പോകുന്നു. ഞാൻ 5 പൈസ ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് പൈസ ഉണ്ടാക്കാനല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഈ രാജ്യസ്നേഹത്തിന്റെ ഇഷ്യൂ ആണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. കള്ളം പറയാൻ ഇവരെ പ്രഷറൈസ് ചെയ്തു. ഞാൻ ചെയ്തില്ല. കാരണം രാജ്യമാണ് ആദ്യം, പിന്നെയാണ് പൊളിറ്റിക്കൽ പാർട്ടി. രാജ്യസ്നേഹമുള്ള ഒരു പാർട്ടിയാണ് ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ കണ്ടത്. അതാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്റെ രാജ്യസ്നേഹം ഭാരതീയ ജനതാ പാർട്ടിയിൽ ആ നാഷണലിസം ഞാൻ കണ്ടു നേതൃത്വത്തിലൂടെ. പിന്നെ ഒരു ഹംബിൾ ബാക്ക്ഗ്രൗണ്ട്. സ്വാതി തിരുനാൾ, വാക്കം കാദിർ മൗലവി, अय्या वेकुंडा स्वामीकल और श्री नारायण गुरु जैसी विभूतियों को कि भारतीय जनता पार्टी ने इस बार भी तिरुवनंतपुरम में अपना उम्मीदवार श्री कुम्मनम राजशेखरन जी को बनाया है। मशहूर है ही इनकी सादगी, ईमानदारी और स्वच्छ छवि की दिल्ली तक बहुत चर्चा होती। मिसाइल तक जीवन का ऐसा कोई क्षेत्र नहीं है जो स्पेस से कंट्रोल नहीं होता। അതോ മറ്റുള്ളവരെ പിന്തുടരണമോ എന്ന് തീരുമാനിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് ഇത്. ഒരു പുതിയ ഇന്ത്യയുടെ പ്രത്യാശകളുടെ തെരഞ്ഞെടുപ്പാണ്. साथियों, ऐसे में
तिरुवनंतपुरम के केरला के हर वोटर, विशेष तौर पर फर्स्ट टाइम वोटर पर बहुत बड़ी जिम्मेदारी है. സമ്മതിദായകനും പ്രത്യേകിച്ച് പുതിയ വോട്ടർമാർക്ക് വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണുള്ളത്. साथियों, जब सरकारें विचार और विजन के बजाय है तो केरला जैसे സുഹൃത്തുക്കളെ, ഇത് രാഷ്ട്രീയമല്ല, മറിച്ച് സ്വന്തം താല്പര്യ സംരക്ഷണമാണ്, തികഞ്ഞ അവസരവാദമാണ്. साथियों, अगर ये सोचते हैं कि केरल की जनता इसको समझती नहीं है तो ये बहुत बड़ी भूल कर रहे हैं.